നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിസംബർ മാസം 14 മുതൽക്ക് 20 വരെയുള്ള, അതായത് ഞായർ മുതൽ ശനി വരെയുള്ള 7 ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ, അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത്. നമുക്ക് ആദ്യമായിട്ട് മേടം രാശി നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം. ഈ നക്ഷത്രക്കാരെയാണ് മേടം രാശി കൊണ്ട് വ്യവഹരിക്കപ്പെടുന്നത്. ഇതിലെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും കുജനും 16-ാം തീയതി വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നുണ്ട്. അത് 9-ാം ഭാവമായിട്ട് വരുന്നു ഈ മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം. ബുധ ശുക്രന്മാർ അഷ്ടമത്തിലാണ്, വൃശ്ചികത്തിലാണ്. ഗുരു 3-ലാണ്, മിഥുനത്തിലാണ്. 5-ൽ കേതു, 11-ൽ രാഹു, 12-ൽ ശനി. ഇങ്ങനെയാണ് ഇവരുടെ ഗൃഹസ്ഥിതി പറയുന്നത്. ഈ ആഴ്ച ജോലി സംബന്ധിച്ച്, അവരുടെ കരിയർ അഥവാ ജോലി, ഇതൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ 9-ാം ഭാവത്തിലെ സൂര്യനും കുജനും തമ്മിലുള്ള യോഗം നല്ലതാണ്. ഭാഗ്യം അവരെ പിന്തുണയ്ക്കുന്നുണ്ട്, ശക്തവുമാണ്. പുതിയ പുതിയ അവസരങ്ങളുണ്ടാവും. ജോലിയിൽ ചില പ്രമോഷൻസും ഒക്കെ ഉണ്ടാകും. അതുപോലെ വിദേശ ബന്ധങ്ങൾ പുതിയതായിട്ട് ഉണ്ടാകാൻ സാങ്കത്യമുണ്ട്. ധനഭാവം, അത് നേരത്തെ മറഞ്ഞു പോയ അഥവാ കിട്ടില്ല എന്ന് വിചാരിച്ച ചില വരുമാനങ്ങളൊക്കെ അവർക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രോവിഡൻറ്റ് ഫണ്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് തുകകൾ, ടാക്സിൻ്റെ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ, ഇതൊക്കെയും അനുകൂലമായിട്ട് വരാവുന്നതാണ്. കുടുംബപരമായിട്ട് ഗുരു അഥവാ പിതാവ്, പിതൃവ്യന്മാരായിട്ടുള്ളവർ, അങ്ങനെ ഉള്ളവരിൽ നിന്നുള്ള ഒരു അനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 9-ലെ സൂര്യൻ്റെ സ്ത്രീയാണ് അതിന് അനുകൂലമായിട്ട് വരുന്നത്. എന്നാൽ സഹോദരന്മാർ അഥവാ സഹോദര സ്ഥാനത്ത് വരാവുന്നവരുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ടെൻഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അവർക്ക് ഈ ആഴ്ച പൊതുവെ ചൂട് കൊണ്ടുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാവാം. അതുപോലെ അസിഡിറ്റി ഉണ്ടാകാം, രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലുള്ളവർ അത് പരിശോധിക്കേണ്ടതാണ്. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആശുപത്രി ഡോക്ടർമാരെ കാണുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇവർക്ക് നവഗ്രഹ ഹോമം, എല്ലാ ഗ്രഹങ്ങൾക്കും ഒന്നിച്ച് ചെയ്യുന്നതായിട്ടുള്ള നവഗ്രഹ ഹോമവും നവഗ്രഹ പൂജ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് ഇടവം രാശിയാണ്. ടോറസ് എന്നാണ് ഇതിന് പറയുക. കാർത്തിക മുക്കാല്, കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി, മകയിരത്തിൻ്റെ അര, മകയിരം നക്ഷത്ര സമൂഹത്തിൻ്റെ പകുതി വരെയുള്ള ഈ നക്ഷത്രക്കാർക്കാണ് ഇടവക്കൂറ് എന്ന് പറയുന്നത്. ഗൃഹസ്ഥിതി പറഞ്ഞാൽ 2-ൽ വ്യാഴം, 4-ൽ കേതു, 7-ൽ ബുധശുക്രന്മാർ, അഷ്ടമത്തിൽ സൂര്യനും ചൊവ്വയും, 10-ൽ രാഹു, 11-ൽ ശനി. ഇങ്ങനെയാണ് ഗൃഹസ്ഥിതി വരുന്നത്. ഇവർക്ക് ജോലി അഥവാ അവരുടെ കരിയർ, ബിസിനസ് മുതലായിട്ടുള്ള സംബന്ധിച്ച് പറഞ്ഞാൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ കരിയറിലുണ്ടാകാം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവർ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുമൂലമുണ്ടാകുന്ന ചില സ്ട്രെസ്സും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. എന്നാൽ ചില റിസർച്ച് സംബന്ധമായിട്ടുള്ളത്, അതുപോലെ ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ചില സീക്രട്ട് വർക്ക്സ്, ഇപ്പോൾ CBI അങ്ങനെയൊക്കെ പോലീസ് മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലികളിൽ അത് ചില ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അവരുടെ ജോലി കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ധനസംബന്ധമായിട്ട് ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വന്നുകൂടാവുന്ന കാലമാണ്. എന്നാൽ 2-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അത് അവസാനം, ഈ ആഴ്ചാവസാനം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നതാണ്. കുടുംബപരമായിട്ട് ദാമ്പത്യ ബന്ധങ്ങളുണ്ട്. അതിൽ ചില ശ്രദ്ധ വേണം. പങ്കാളിയുടെ അഥവാ ഭാര്യ അഥവാ ഭർത്താവ്, ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് ഈ ആഴ്ച. ആരോഗ്യ സംബന്ധമായിട്ട് ചില രോഗങ്ങൾക്കും സാഹചര്യമുണ്ട്. അതായത് മൂത്ര സംബന്ധമായിട്ട്, അല്ലെങ്കിൽ പിത്തഗ്രന്ഥികൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രോഗമുള്ളവർ കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണത്തിൽ
വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഇതിന് ഒരു പരിഹാരമായിട്ട് വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവിക്ക് പൂജ നടത്തുക, അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ മഞ്ഞൾ കൊണ്ടുള്ള അഭിഷേകം, ത്രിമധുര നിവേദ്യം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് മിഥുനം രാശിയാണ്. ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ ഉള്ള പേര് പറയുക. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം തിരുവാതിര, പുണർദത്തിൽ കാല്, അതായത് പുണർദത്തിൻ്റെ ആദ്യ പാദം, ഈ നക്ഷത്രക്കാർക്കാണ് മിഥുനം രാശി എന്ന് പറയുന്നത്. സൂര്യനും ചൊവ്വയും 16 വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് 7ാം ഭാവമായിട്ട് വരുന്നു. ബുധശുക്രന്മാർ 6-ലാണ്, ഗുരു ലഗ്നത്തിലാണ്, 3-ൽ കേതുവും 9-ൽ രാഹുവും 10-ൽ ശനിയാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. എങ്ങനെയാണ് വരുന്നത്? അവരുടെ ജോലി അഥവാ കരിയർ അല്ലെങ്കിൽ ബിസിനസ് എന്താണെങ്കിലും അത് സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ, പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും, അല്ലെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പരസ്പരം ചില അഭിപ്രായ ഭിന്നതകളും അതുമൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ മത്സരങ്ങളിലും മറ്റുമൊക്കെ അവർക്ക് വിജയം ഉണ്ടാകാവുന്നതാണ്. ചില ധനസംബന്ധമായിട്ട് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളിൽ നിന്നൊക്കെ ലാഭങ്ങളുണ്ടാകാം. അതുപോലെ വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിലും രോഗം സംബന്ധിച്ചും അതുപോലെ ഒക്കെ ചില പ്രത്യേക ചിലവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആശുപത്രി ചിലവുകൾ മറ്റേ കൂടാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭാര്യ അഥവാ ഭർത്താവ് അവർ തമ്മിലുള്ള ബന്ധത്തിൽ സംസാരം കൊണ്ടുണ്ടാകാവുന്ന ചില പിശകുകൾ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പെട്ടെന്ന് വിഷയം ചൂടുപിടിച്ച് അനാവശ്യ തലങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ചൂട് കൂടുതൽ കൊണ്ടുണ്ടാവുന്ന ചില രോഗങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാവുന്നതും ആയിട്ടുള്ള തലവേദന മുതലായിട്ടുള്ള രോഗങ്ങൾ അവർക്ക് വരാവുന്നതാണ്. ഇവർക്ക് പരിഹാരമായിട്ട് ഈ ആഴ്ചയിൽ ഒരു പരിഹാരം പറയാനാണെങ്കിൽ അത് ശ്രീകൃഷ്ണനെ പൂജിക്കുക, അതുപോലെ പച്ചപ്പയർ ദാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അത് ഏതെങ്കിലും ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് ദാനം ചെയ്യുക, ഇതൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശ്രീകൃഷ്ണ ഭജനം അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ അനുകൂല ഫലം ചെയ്യുകയും മറ്റ് ദുരിതങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മോചനം ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് കർക്കടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പുണർദത്തിൻ്റെ മുക്കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന പാദവും പൂയം, ആയില്യം നക്ഷത്രക്കാരും. ഇതൊക്കെ ഓരോന്നും നക്ഷത്രങ്ങളൊക്കെയും നക്ഷത്ര സമൂഹങ്ങളാണ്, ഒറ്റയൊരു നക്ഷത്രമല്ല. ആയതുകൊണ്ടാണ് ഇതിൻ്റെ കാല്, മുക്കാല്, അര എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം. ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും കുജനും 16-ാം തീയതി മുതൽക്ക് വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറും. അത് 6ാം ഭാവമായിട്ട് വരുന്നുണ്ട്. ബുധ ശുക്രന്മാർ 5-ലാണ്, ഗുരു 12-ലായി, 2-ൽ കേതുവും, അഷ്ടമത്തിൽ രാഹുവും 9-ൽ ശനിയുമാണ് അവർക്ക്. ജോലി സംബന്ധിച്ച് ശത്രുക്കളുണ്ടായിരുന്ന ജോലി സംബന്ധിച്ചോ ബിസിനസ് സംബന്ധിച്ചോ ശത്രുക്കളുണ്ടെങ്കിൽ അഥവാ ഉള്ളവർക്ക്, അതുകൊണ്ടുള്ള ചില കേസുകളും മറ്റു കാര്യങ്ങളും ഉള്ളവർക്ക് അതിലൊരു വിജയം അഥവാ അവർക്ക് മേൽക്കൈ ഉണ്ടാകാനുള്ള കാലമാണ്. അതുപോലെ തന്നെ ജോലിയിലും അവരുടെ കരിയറിലും മറ്റുമൊക്കെ ഒരു ഔന്നത്യം, ഒരു ഉന്നമനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ധനസംബന്ധമായിട്ട് പറഞ്ഞാൽ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില കടങ്ങളും ലോൺ സംബന്ധിച്ച് ചില സെറ്റിൽമെൻറ്റുകൾ, അതുപോലെ തന്നെ അതൊക്കെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. EMI മറ്റുമൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അത് പെൻഡിങ് ആയിട്ടുള്ളവർക്ക് അതിനും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാകും. എന്നാൽ ചില അനാവശ്യ ചിലവുകൾ എന്ന് പറയട്ടെ, മെഡിക്കൽ ടെസ്റ്റുകൾ അഥവാ ആശുപത്രി സംബന്ധമായിട്ടുള്ള ചില ചിലവുകളൊക്കെ ഇവർക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബപരമായിട്ട് കുട്ടികളുടെ അവരുടെ കരിയർ അഥവാ അവരുടെ പഠിത്തം, മറ്റ് ജോലികൾ, ഇതൊക്കെ സംബന്ധിച്ച് ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകാവുന്നത്. അവർക്ക് പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുക, ചില അവാർഡുകൾ കുട്ടികൾക്ക് കിട്ടുക, അതുകൊണ്ടുള്ള സന്തോഷവും ഒക്കെ ഉണ്ടാകാവുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് സൂര്യ 6-ൽ രോഗസ്ഥാനം ആണ്. 6-ാം ഭാവത്തിൽ കുജനും സൂര്യനും യോഗം ചെയ്യുന്നു. അത് ശരീരത്തിൽ ചൂട് കൂടുക, അതുപോലെ ശരീരത്തിൽ നീരുണ്ടാകുക മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. അതുപോലെ പനി മുതലായിട്ടുള്ള ചില രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ പരിഹാരമായിട്ട് പറയാവുന്നത് ദുർഗയ്ക്ക് പൂജ കഴിക്കുക, അഥവാ ചന്ദ്രശാന്തി ഹോമം മുതലായിട്ടുള്ള ചെയ്യുന്നത്, അഥവാ നവഗ്രഹ ക്ഷേത്രത്തിലോ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ
ചന്ദ്രന് വിശേഷാൽ പൂജകളോടുകൂടി സൂര്യനും ചെയ്യണം. അതോടൊപ്പം തന്നെ ചന്ദ്രന് വിശേഷാൽ പാലഭിഷേകം മുതലായിട്ടുള്ളവ നടത്തുന്നത് നല്ലതാണ്. ഇതുതന്നെ ദുർഗാ ക്ഷേത്രത്തിൽ ചെയ്യുന്നതും നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ലിയോ എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പേര് പറയുന്നത്. മകം, പൂരം, ഉത്തരത്തിൽ കാല്. മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ പാദവും വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ വരുന്നതാണ് ചിങ്ങക്കൂറ് എന്ന് പറയുന്നത്. ഇത് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും ബുധനും 16-ാം തീയതി ധനുവിലേക്ക് പ്രവേശിക്കുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് വരികയാണ്. ബുധശുക്രന്മാർ 4-ലാണ്, ഗുരു 11-ലാണ്, ലഗ്നത്തിൽ കേതുവും 7-ൽ രാഹുവും, അഷ്ടമത്തിൽ ശനിയുമാണ്. അഷ്ടമശനി ഒരു മോശകാലമാണ് പൊതുവെ. ജോലിയെ സംബന്ധിച്ചിട്ട് ക്രിയേറ്റിവിറ്റി കൂടുതൽ വേണ്ട ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിട്ടാണ്. അതുപോലെ ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉയരും. അവർ പറഞ്ഞാൽ ഒക്കെ മറ്റുള്ളവരും സബോർഡിനേറ്റ്സൊക്കെ സന്തോഷത്തോടു കൂടി അംഗീകരിച്ച് വർക്കിന് പ്രോഗ്രസ് ഉണ്ടാവും. വിദ്യാർത്ഥികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിത്തത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ട് ചില ഊഹക്കച്ചവടങ്ങളും ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അഥവാ അങ്ങനെയുള്ള ലോട്ടറി, ഊഹക്കച്ചവടം, അതുപോലെ ഈ ഷെയർ ബിസിനസ്, സ്വർണം മുതലായിട്ടുള്ള ട്രേഡിംഗ്, അങ്ങനെയുള്ള അവർക്ക് ലാഭമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആഡംബര ചിലവുകൾ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ക്രമീകരിച്ചു കഴിഞ്ഞാൽ പൊതുവെ ധനപരമായിട്ട് അനുകൂലമാണ്. കുടുംബപരമായിട്ട് കുട്ടികൾക്ക് നല്ല സമയമാണ്. സ്വന്തം മാതാവ് അഥവാ പിതാവ്, അമ്മയുടെ പ്രധാനമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകാം. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ, മനപ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ പിത്തസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ അഥവാ രക്തസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദുർഗാ സപ്തശതി പാരായണം ചെയ്യുക, അത് കൊണ്ടുള്ള അർച്ചനകൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അവനവൻ്റെ സ്വന്തം ഗൃഹത്തിൽ വെച്ചോ ഒക്കെ നടത്തുന്നത് വളരെ ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. വിർഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദം, ഉത്തരത്തിൽ മുക്കാല് എന്ന് പറയും. അത്തം, ചിത്തിര, അര, ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങൾ, ഇവ ചേർന്നതാണ് കന്നിക്കൂറ്. ഈ കന്നിക്കൂറുകാർക്ക് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ സൂര്യനും ചൊവ്വയും വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് വരുമ്പോൾ അത് 4-ാം ഭാവത്തിലേക്ക് വരുന്നു. 3-ലാണ് ബുധശുക്രന്മാർ. ഗുരു 10-ൽ കർമ്മഭാവത്തിൽ ഗുരുവുണ്ട്. 12-ൽ കേതുവും, 6-ൽ രാഹുവും, 7-ൽ ശനിയുമാണ്. ജോലി സംബന്ധിച്ച് ചില ഉയർച്ച അവർക്ക് ഉണ്ടാകാവുന്നതാണ്. കരിയറോ ജോലിയോ ഒക്കെ അതിലൊക്കെ ചില ഔന്നത്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേലധികാരികളോ അല്ലെങ്കിൽ അവർക്ക് തൊട്ട് മുകളിലുള്ളവരിൽ നിന്നുള്ള സഹകരണം കൂടുതലായിട്ട് ഉണ്ടാകാത്ത സ്ഥലങ്ങളിൽ അതൊരു അനുകൂല ഭാവത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ജോലിഭാരം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൂടുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ അഥവാ അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ധനം പരമായിട്ട് നോക്കുകയാണെങ്കിൽ വസ്തു അഥവാ ഭൂമി സംബന്ധമായിട്ട്, വാഹന സംബന്ധമായിട്ട് ഒക്കെയുള്ള ചിലവുകൾ, ഗൃഹനിർമ്മാണം അഥവാ ഭൂമിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഈ ആഴ്ച കുറച്ച് ചിലവ് കൂടുതലായിട്ട് വരാവുന്നതാണ്. എന്നാൽ അത് അങ്ങനെയുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നവരെ സംബന്ധിച്ചും അതിൽ നിന്ന് ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബപരമായിട്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ കുറച്ച് അലട്ടുന്നതാണ്. അമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ, അതിൽ നിന്നൊക്കെയുള്ള ചില മനപ്രയാസങ്ങളും അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും, ഗ്യാസ്, നെഞ്ചരിച്ചിൽ, ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾ സ്വതവേയുള്ള ആൾക്കാർ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. പരിഹാരം പറയുകയാണെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ അവതാര വിഷ്ണു ആയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദർശനം നടത്തുക. അതുപോലെ ചെറുപയർ ചേർന്ന നിവേദ്യം കൊടുക്കുക. ആ നിവേദ്യത്തിൻ്റെ ബാക്കി യജ്ഞശിഷ്ടം എന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് കഴിക്കുക. അതിന് സാധ്യതയില്ലാത്തവർ സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കി ശ്രീരാമചന്ദ്രനെ സമർപ്പിച്ചു എന്നുള്ള സങ്കല്പത്തോടു കൂടി
ഉണ്ടാക്കുകയും അത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ലിബ്ര എന്നാണ് ഇംഗ്ലീഷിൽ പേര്. ചിത്തിര അര, ചിത്തിരയുടെ അവസാനത്തെ 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. തുലാക്കൂറിൽ പറഞ്ഞാൽ സൂര്യൻ്റെയും കുജൻ്റെയും പകർച്ചയുണ്ട്. 16-ാം തീയതി വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്കാണ്. അത് 3-ാം ഭാവമായിട്ട് വരുന്നു. ബുധശുക്രന്മാർ 2-ൽ വരുന്നു. വ്യാഴം 9-ലാണ്, 11-ൽ കേതുവും, 5-ൽ രാഹുവും, 6-ൽ ശനിയുമാണ്. ജോലി, കരിയർ മുതലായവ സംബന്ധിച്ച് യാത്രകൾ ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് അത് നടക്കും. അതുകൊണ്ട് ബെനിഫിഷ്യലായിട്ടുള്ള യാത്രകൾ നടത്താൻ സാധിക്കും. അതുപോലെ ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ ഒക്കെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് അത് വിജയകരമായിട്ട് നടക്കും, അനുകൂലമാണ് എന്നർത്ഥം. ധനസംബന്ധമായിട്ട് ശുക്രൻ 2-ലാണ്. അതുകൊണ്ട് മണി, അതായത് ധനത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നതാണ്. ചെറിയ ക്രയവിക്രയങ്ങളിൽ കൂടെ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കാവുന്നതാണ്. എന്നാൽ അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അത്ര അനുകൂലമല്ല. കുടുംബപരമായിട്ട് വളരെ അനുകൂലമാണ്. നല്ല ഹെർമോണിയസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാകും. സഹോദരന്മാരും ഒക്കെ തമ്മിൽ അവരുടെ സഹകരണം ഉണ്ടാകും. അവർ സപ്പോർട്ടീവായിരിക്കും. അതുകൊണ്ട് കുടുംബപരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് തൊണ്ടയ്ക്ക് ചില കഫക്കെട്ട് മുതലായിട്ടുള്ളവ, അത് സംബന്ധിച്ച് ശബ്ദം സംബന്ധിച്ചോ മൂക്ക്, ശ്വസന പ്രക്രിയ മുതലായിട്ടുള്ള ഇവ സംബന്ധിച്ചുള്ള രോഗങ്ങൾ വരാനുള്ള സാഹചര്യമുണ്ട്. അത് ഉള്ളവർക്ക് അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഇവിടെ പറയാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് അന്നദാനം കൊടുക്കുക. അന്നദാനം സ്വന്തം ഗൃഹത്തിൽ ചെയ്യാൻ സാധിക്കാത്തവർക്ക് അന്നദാനം ഉള്ള ക്ഷേത്രങ്ങളിലോ മറ്റ് ദിക്കുകളിലോ ഒക്കെ ഉള്ള സ്ഥലത്ത് അതിന് തൻ്റേതായിട്ടുള്ള ഒരു ഡൊണേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ ക്ഷേത്രത്തിൽ ചന്ദനം മുട്ടി സമർപ്പിക്കുക അല്ലെങ്കിൽ ചന്ദന തിരി സമർപ്പിക്കുകയായാലും ഗന്ധമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ് ഈ ചന്ദന മുട്ടിയും ചന്ദനത്തിരിയും മറ്റുമൊക്കെ. അതൊക്കെ സമർപ്പിക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറ് സ്കോർപ്പിയോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട, ഈ നാളുകാർ കൂടിയതാണ് വൃശ്ചികക്കൂറ്. സൂര്യനും ചൊവ്വയും 16-ാം തീയതി വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് പകരുമ്പോൾ അത് 2-ാം ഭാവമായിട്ട് വരുന്നു. ബുധശുക്രന്മാർ ലഗ്നത്തിൽ വരുന്നു. ഗുരു, അതായത് വ്യാഴം അഷ്ടമത്തിലാണ്, 10-ൽ കേതുവും, 4-ൽ രാഹുവും, 5-ൽ ശനിയുമാണ്. ജോലി, കരിയർ, ബിസിനസ് മുതലായവ സംബന്ധിച്ച് ചില അധികാരങ്ങളോ അധിക ചുമതലകളോ ഒക്കെ ലഭിക്കാവുന്ന കാലമാണ് ഈ ഒരാഴ്ച. അതുപോലെ തന്നെ പുതിയ ചുമതലകൾ, പുതിയ റെസ്പോൺസിബിലിറ്റീസ് ജോലി സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാകും. അഥവാ ബിസിനസ് മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക് അധിക ഭാരം, പുതിയ റെസ്പോൺസിബിലിറ്റി, പുതിയതായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുള്ള ചില പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ധനം സംബന്ധിച്ച് ധനപരമായിട്ടുള്ള വരുമാനം കൂടും. എന്നാൽ കുടുംബപരമായിട്ടുള്ള എക്സ്പെൻസ്, അത് ഗൃഹത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ധനത്തിന് അധിക ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുടുംബപരമായിട്ട് നമ്മുടെ വാക്കുകളിൽ കൂടെ ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, അഥവാ വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഹർട്ട് കുടുംബാംഗങ്ങളിൽ ഉണ്ടാവുകയും അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഉണ്ടാകാനും ഒരു ചാൻസ് ഉണ്ട്. എന്നാൽ മറ്റ് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. എങ്കിലും കുടുംബത്തിൽ ഇങ്ങനെയുള്ള ചില സംഘർഷങ്ങളും വാക്കുകൊണ്ടുണ്ടാകാവുന്ന ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ചൂട് ഇവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. ആ ചൂട് കൊണ്ടുണ്ടാകുന്ന ചില ദുരിതങ്ങളും ചില അൾസറുകളുമൊക്കെ, തൊലിപ്പുറമെയോ ഒക്കെ അൾസറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് നിർദ്ദേശിക്കാവുന്നത് രുദ്രാക്ഷം ധരിക്കുന്നത് നല്ലതാണ്. ശിവപൂജ ചെയ്യുന്നത് നല്ലതാണ്. രുദ്രാക്ഷം വെള്ളത്തിലിട്ട് ഒരു ദിവസം മുഴുവനും, ഒരു രാത്രി മുഴുവനും രുദ്രാക്ഷം വെള്ളത്തിലിടുകയും എന്നിട്ട് ആ ജലം കൊണ്ട് ശിരോധാര അല്ലെങ്കിൽ അഥവാ തന്നെത്താൻ അതുകൊണ്ട് കുളിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്.
അടുത്തത് ധനുക്കൂറുകാരാണ്. അവർക്ക് സാജിറ്റേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുക. മൂലം, പൂരാട, ഉത്രാടത്തിൽ കാല്, ഉത്രാടത്തിൻ്റെ അവസാന പാദം, ഈ നക്ഷത്രങ്ങളാണ് ഈ ധനുക്കൂറിൽ വരുന്നത്. 16-ാം തീയതി സൂര്യനും ചൊവ്വയും വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് പകരുമ്പോൾ അത് ലഗ്നഭാവമായിട്ട് വരുന്നു. 12-ൽ ബുധശുക്രന്മാർ വരുന്നു. ലഗ്നത്തിൽ ബുധശുക്രന്മാർ ലഗ്നത്തിൽ വരുന്നു. ഗുരു 7-ൽ വരുന്നു. 9-ൽ കേതുവും, 3-ൽ രാഹുവും, 4-ൽ ശനിയുമാണ്. അത് കണ്ടകശനിയാണ് 4-ൽ ശനി വരുമ്പോൾ. ഇവർക്ക് ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില പുതിയ അധിക ചുമതലകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പ്രമോഷൻസ് കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവരവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില റെക്കഗ്നീഷൻസ് ഒക്കെ കിട്ടാൻ സാധിക്കും. എന്നാൽ അതോറിറ്റി വളരെ ഹൈ ആവും. അതുകൊണ്ടുണ്ടാകുന്ന പ്രഷറുകളും കൂടുന്നതാണ്. ധനസംബന്ധമായിട്ട് ശുക്രൻ 12-ലാണ്. എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. ചിലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണ്ട വിധം ക്രമീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വരവ് ചിലവ് തമ്മിലുള്ള പാരസ്പര്യം ഇല്ലാതെ പോകും. അതുകൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളുണ്ടായേക്കാം. അതുപോലെ തന്നെ യാത്ര വേണ്ടി വരും. യാത്ര സംബന്ധമായിട്ടുള്ള ചിലവുകളും കൂടാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് തൻ്റെ ഒരു കുടുംബത്തിലുള്ള അധീശത്വം അഥവാ തൻ്റെ കൺട്രോളിൽ വരുന്ന ഇതിന് വേണ്ടിയിട്ട് ചില ശ്രദ്ധകൾ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് പരസ്പരമുള്ള വാക്കുകളും ഒക്കെ കൊണ്ടുള്ള വൈരുദ്ധ്യം നിമിത്തം അവിടെ ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ സംഭവിക്കാനിടയുണ്ട്. കൂടുതൽ നമ്മുടെ ഒരു ഡൊമിനൻസ് അവിടെ കാണിക്കുന്നു എന്നൊരു തോന്നൽ മറ്റുള്ളവരിൽ വരുന്നതും വരാനുള്ള സാഹചര്യമുണ്ട്. അത് ചില കോൺഫ്ലിക്റ്റുകളിലേക്കൊക്കെ നയിക്കാവുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ശരീരത്തിൽ നീര് വരിക, അതുപോലെ പനി ഉണ്ടാവുക, ഇതൊക്കെ വന്നേക്കാം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർക്ക് ഒരു പരിഹാരം പറയാവുന്നത് കണ്ടകശനിയുടെ കാലമാണ്. അവർക്ക് ഹനുമാൻ ചാലിസ നിത്യേന ജപിക്കുന്നത് നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിൽ, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാട് നടത്തുക. എള്ള് പായസം കൊണ്ടുള്ള നിവേദ്യം, അതുപോലെ എള്ള് കിഴി, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം പ്രദാനം ചെയ്യുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് 2, 3, 4 പാദങ്ങൾ ഉത്രാടത്തിൻ്റെ, അത് തിരുവോണം മുഴുവനും, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. സൂര്യനും കുജൻ്റെയും 16-ലെ വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് വരുമ്പോൾ അത് 12-ാം ഭാവത്തിലേക്ക് വരുന്നു. 11-ൽ ബുധശുക്രന്മാർ വരുന്നു. ഗുരു 6-ൽ വരുന്നു. അഷ്ടമത്തിൽ കേതുവും, 2-ൽ രാഹുവും, 3-ൽ ശനിയുമാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. ജോലി അഥവാ കരിയർ സംബന്ധിച്ച് ചില മറയ്ക്കപ്പെട്ട അഥവാ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയട്ടെ, അങ്ങനെയുള്ള ചില വർക്കുകൾ വന്നു ചേരും. മുൻകൂട്ടി കാണാൻ സാധിക്കും. അതായത് ഈ പ്രവചനാതീതമായിട്ടുള്ള, മുൻകൂട്ടി തയ്യാറെടുക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ചില ജോലികളോ ചുമതലകളോ ഒക്കെ വന്നു ചേരും. അത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അധികമായിട്ടുള്ള ചുമതല ഏറ്റെടുക്കുന്നതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫോറിനിൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം ഫോറിൻ ട്രേഡും മറ്റുമൊക്കെ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അനുകൂല ഫലങ്ങളും ബെനിഫിറ്റ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ട് നെറ്റ്വർക്ക് വഴിയുള്ള അഥവാ പാർട്ട്നേഴ്സൊക്കെ ചേർന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി ചേർന്നുള്ള ചില വർക്കുകളിൽ കൂടെയുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അവർക്ക് കുറച്ച് കൂടുതൽ യാത്രയുണ്ടാകും. ആ യാത്ര സംബന്ധിച്ചുള്ള ചിലവുകൾ വരുന്നത് കൊണ്ട് ആ ചിലവ് കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട്. കുടുംബ സംബന്ധമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ, അവരിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടുകളുണ്ടാവും. എന്നാൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഭാര്യ, ഭർത്താവ് ഇവർ തമ്മിലുള്ള ചെറിയ വഴക്കുകളും ഫ്രിക്ഷൻസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം കണക്കിലെടുക്കേണ്ടതാണ്. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടും അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുക, അതുമൂലമുണ്ടാകുന്ന രോഗങ്ങൾ വരാം. ഈ മുട്ട് സംബന്ധമായിട്ട് പാദത്തിന് മരവിപ്പുണ്ടാവുക, ഇങ്ങനെയുള്ള ചില രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. 4-ലാണ് ശനി. അതിൻ്റേതായിട്ടുള്ള ചില അത് കൂടുതൽ അങ്ങനെ രോഗമുള്ളവർക്ക് അത് കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കാൻ യോഗമുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ എള്ള് കിഴി കത്തിക്കുക, അല്ലെങ്കിൽ എള്ള് പായസം നിവേദ്യമായിട്ട് നടത്തുക. അതുപോലെ ശനിക്ക് ശാന്തി ഹോമം ചെയ്യുക. ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള
ഈ ദുരിതങ്ങളിൽ നിന്ന് അല്പം മോചനം കിട്ടാൻ നല്ലതാണ്. ഇനി കുംഭക്കൂറാണ്. എക്വേറിയസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ ചതയവും പൂരൂരുട്ടാതിയുടെ ആദ്യ പാദവും ചേർന്ന ഈ നക്ഷത്രങ്ങളെ ഒന്നിച്ച് പറയുമ്പോൾ അത് കുംഭക്കൂറ് എന്ന് പറയുന്നു. സൂര്യനും ചൊവ്വയും 16-ാം തീയതി വിശ്രമത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുമ്പോൾ അത് 11-ാം ഭാവത്തിലേക്ക് ആണ് ഇവർക്ക് വരുന്നത്. 10-ാം ഭാവത്തിൽ ബുധശുക്രന്മാർ വരുന്നുണ്ട്. വ്യാഴം 5-ലാണ്, അനുകൂലമാണ്. 7-ൽ കേതുവും ലഗ്നത്തിൽ രാഹുവും 2-ൽ ശനിയും ആണ് ഇവരുടെ ഗ്രഹസ്ഥിതി പറയുന്നത്. ജോലി സംബന്ധിച്ച് ചില വലിയ അംഗീകാരങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സും മറ്റുമൊക്കെ ചെയ്യുന്നവർക്കും പുതിയ ഒരു പ്രൊമോഷൻസിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള അംഗീകാരങ്ങൾ അവരുടെ തൊട്ട് ഉന്നത അധികാരികളിൽ നിന്നും ചില പ്രൊമോഷൻസും അംഗീകാരങ്ങളും ഒക്കെ കിട്ടാനുള്ള സാഹചര്യമാണുള്ളത്. ധനസംബന്ധമായിട്ട് അവരുടെ ധനാഗമ മാർഗങ്ങൾ ശരിയാണ്. നിരന്തരമായിട്ടുള്ള വരുമാനമുണ്ട്. വലിയ പ്രത്യേകത വലിയ ചെലവോ വരവോ അധികം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. കുടുംബപരമായിട്ട് കുട്ടികളിൽ നിന്നുള്ള നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അവർക്ക് പരീക്ഷാ വിജയമുണ്ടാകും. അതുപോലെ ചില അവാർഡുകളും മറ്റുമൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നതിൽ നിന്നുണ്ടാകുന്ന സന്തോഷം അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. പാർട്ട്ണർ അഥവാ ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിലും അവരുടെ സപ്പോർട്ട്, അവരുടെ ഒരു അനുകൂലമായിട്ടുള്ള മനോഭാവം കൊണ്ട് നമുക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യ വിഷയമായിട്ട് ചില ആങ്സൈറ്റി ഉണ്ടാവുക. ലഗ്നത്തിൽ രാഹുവാണ്, അതുകൊണ്ടുണ്ടാകുന്ന ചില ഒരു ആങ്സൈറ്റി ഉണ്ടാവുക, അതുമൂലം ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. മറ്റ് രോഗങ്ങളായിട്ട് അത് കാണുന്നില്ല. ഈ ആഴ്ച ഒരു പരിഹാരം പറയാവുന്നത് നാഗപൂജ അഥവാ സർപ്പപൂജ ചെയ്യുക, ദിവസേന മെഡിറ്റേഷൻ ശീലിക്കുക. ഇതൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. പീസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ് പീസസിൽ അഥവാ മീനക്കൂറിൽ വരുന്നത്. സൂര്യനും ചൊവ്വയും 16-ാം തീയതി വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്ക് മാറുന്നതനുസരിച്ച് 10-ാം ഭാവത്തിൽ വരുന്നു. 9-ാം ഭാവത്തിൽ ബുധശുക്രന്മാരും വ്യാഴം 4-ലും 6-ൽ കേതുവും 12-ൽ രാഹുവും ലഗ്നത്തിൽ ശനിയും വരുന്നു. ഇത് ലഗ്നത്തിൽ ശനി എന്ന് പറയുന്നത് 7.5 ശനികാലമാണ്. അതിൻ്റെ മധ്യഭാഗമാണ്. 7.5 ശനിയും കണ്ടകശനിയും കൂടെ ഒന്നിച്ച് വരുന്ന കാലമാണ്. ജോലി സംബന്ധമായിട്ട് വലിയ ഉയർച്ച ഇവർക്കുണ്ടാകുന്നു. പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. വലിയ വളർച്ചയാണ് ഇവർക്ക് ജോലി സംബന്ധമായിട്ടും അവരുടെ കരിയർ സംബന്ധമായിട്ടും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ അവരവരുടെ സ്വന്തം അതോറിറ്റി സ്ഥാനം അത് ഉയർന്ന അവസ്ഥയിലേക്ക് വരും. ധനപരമായിട്ട് ചില പ്രോപ്പർട്ടി സംബന്ധമായിട്ട്, അതായത് വസ്തു സംബന്ധമായിട്ടോ സാധനങ്ങൾ ഒക്കെ അതിൽ നിന്നുണ്ടാകുന്ന ചില വരുമാനങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഷെയർ ബിസിനസ്സും മറ്റൊക്കെ നടത്തുന്നവർക്ക്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നവർക്ക് അതിൽ നിന്നുള്ള വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അച്ഛനിൽ നിന്ന് അഥവാ കുടുംബത്തിൽ നിന്നുള്ള വരുമാനം ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കാനുള്ള ഒരു നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. കുടുംബപരമായിട്ട് പിതൃക്കളിൽ നിന്നും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹം ഉണ്ടാകാനുള്ള കാലമാണ്. എന്നാൽ ചില ടെൻഷൻസ് കുടുംബപരമായിട്ട് അവർക്ക് ചില മനപ്രയാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് രോഗം വരാവുന്നത് മുട്ട് സംബന്ധമായിട്ടും കാല് സംബന്ധമായിട്ടും കാൽപാദങ്ങൾ സംബന്ധമായിട്ടും ഒക്കെയുള്ള ചില അസുഖങ്ങൾ വരാവുന്നതാണ്. അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് അത് കുറച്ച് അധികരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാലൽ മരവിപ്പ്, നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 7.5 ശനികാലമാണ്. അതിൽ തന്നെ 7.5 ശനിയും കണ്ടകശനിയും കൂടെ ഉള്ള കാലമാകയാൽ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുള്ളവർക്ക് അത് കുറച്ചുകൂടെ കൂടാവുന്നതാണ്. ഇപ്പോൾ ശനി ഗ്രഹത്തിന് അഥവാ ശനിക്ക് മാത്രമായിട്ട് നടത്താൻ പറ്റാത്തതുകൊണ്ട് സൂര്യനും ശനിക്കും ഗ്രഹശാന്തി ഹോമം മുതലായിട്ടുള്ള ചെയ്യുക, അതുപോലെ അതോടൊപ്പം ഉള്ള ദാനങ്ങളൊക്കെ ചെയ്യുന്നത് അനുകൂലമാണ്. ശാസ്താക്ഷേത്രത്തിൽ യഥാവിധി ഉള്ള പരിഹാരങ്ങളോ ദർശനാദികളോ നിവേദ്യങ്ങളും ഒക്കെ നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യും. നമസ്കാരം.